മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നിയമസഹായം നൽകാൻ വയനാട് ജില്ലാ സേവന അതോറിറ്റിയുടെ മൊബൈൽ സേവാ കേന്ദ്രം. ദുരന്തബാധിതർ നേരിടുന്ന നിയമപരമായ പ്രയാസങ്ങൾ മുതിർന്ന അഭിഭാഷകരോട് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കുവയ്ക്കും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ നേരിടേണ്ട പ്രതിസന്ധികൾ ദുരന്തബാധിതരെ സംബന്ധിച്ച് നിരവധിയാണ്. രേഖകൾ ഉണ്ടാക്കുന്നതിലെ തടസ്സങ്ങൾ, ലോണുകൾ, ഫോമുകൾ പൂരിപ്പിക്കുന്നത് എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. ഇതിനെല്ലാമായി സഹായഹസ്തം നീട്ടുകയാണ് വയനാട് ജില്ലാ സേവന അതോറിറ്റി. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുതിർന്ന അഭിഭാഷകരോടടക്കം ദുരന്തബാധിതർക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാം. ഉപദേശങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി ലഭിക്കും. ഈ സഹായമാണ് മൊബൈൽ സേവാ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവർ, അതുപോലെ പരിക്ക് പറ്റിയവർ, വസ്തു നഷ്ടപ്പെട്ടവർ, കന്നുകാലി നഷ്ടപ്പെട്ടവർ, ഇവർക്കെല്ലാം ഒരുപാട് നിയമപ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർക്ക് രേഖകൾ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, അവർക്ക് ധനസഹായം കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, അവർക്ക് വ്യവഹാരങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം വേണ്ട നിയമസഹായം നമുക്ക് ഈ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുടെ സേവനം ഈ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി വഴി പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമ്മൾ നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യപ്പെട്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അതിലെ നിയമപരമായ കാര്യങ്ങളും അറിയാം. ഏത് രീതിയിലാണ് ഒരു ലീഗൽ അഡോപ്ഷൻ പോസിബിൾ ആവുക എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞോളമില്ല. അതിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എങ്ങനെ അത് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ആ നിയമവശങ്ങൾ അറിഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ്സിന് അത് സഹായിക്കാനാവും. സ്ഥിരമായി മേപ്പാടി പഞ്ചായത്തിനോട് ചേർന്നും നിയമസേവന ക്ലിനിക്ക് പ്രവർത്തിക്കും. 24 വയനാട്.